PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി 10th പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. കുറേ ക്ലാസ്സുകൾ നമ്മൾ 1.5 മാസമായിട്ട് എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. 10th പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ 10th പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ 16 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് 10th പ്രിലിംസിൻ്റെ ക്രാക്ക് ചെയ്യാം എന്ന് സംബന്ധിച്ച് ഒരു പുതിയ ടൈം ടേബിൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 13/12/2024 രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്ക് പഠിക്കാം. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത്, ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. അതായത് രസതന്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് വിശദം നോക്കാം. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? യൂണിവേഴ്സിറ്റി LG പ്രിലിം സ്റ്റേജിൽ 5-ലും ഫയർമാൻ ആൻഡ് ഫയർവുമൺ ട്രെയിനി 2022 ഫീൽഡ് വർക്ക് 2021 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ഏതാണ് LPGയിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത്? ബ്യൂട്ടൈൻ ആണല്ലേ. ബ്യൂട്ടൈൻ ആണ് LPGയിലെ മുഖ്യ ഘടകമായിട്ട് വരുന്നത്. LPGയുടെ പൂർണ്ണ രൂപം എന്താ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയുടെ പൂർണ്ണ രൂപം എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്താണ് LPGയുടെ പൂർണ്ണ രൂപം. LPG ഗ്യാസിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ ഏകദേശം ഒരു ഭാരം പറയുവാണെങ്കിൽ എന്തോരം ഉണ്ടാവും? 14.2 കിലോഗ്രാമാണ്. 14.2 കിലോഗ്രാമാണ് ഒരു LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത്. അതായത് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ ഭാരമാണ് കേട്ടോ ഈ പറയുന്നത്. ഈ പെട്രോളിയത്തിൻ്റെ വാതക രൂപം ചോദിക്കുവാണെങ്കിലോ പ്രകൃതി വാതകമാണ്. പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് ഏത്? പ്രകൃതി വാതകമെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. ഗ്ലോബൽ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ഗ്ലോബൽ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞത് അതാണ് മീഥെയ്ൻ ആണ്. അടുത്തൊരു ചോദ്യം, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാ? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. ഏതാണ്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. പാചകവാതത്തിലെ പ്രധാന ഘടകം പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. പാചകവാതത്തിലെ പ്രധാന ഘടകം ചോദിക്കുകയാണെങ്കിലോ അത് പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണെന്ന് പഠിച്ചിരിക്കുക. ഇനി മീഥൈൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? CNG LNG എന്നിവയിലെ പ്രധാന ഘടകമാണ് മീഥൈൻ അല്ലേ. CNG LNG എന്നിവയിലെ പ്രധാന ഘടകം ഏതാണ്? മീഥൈൻ ആണ്. ചതുപ്പ് വാതകം എന്നാണ് എന്തറിയപ്പെടുന്നത്? മീഥൈൻ അറിയപ്പെടുന്നത്. ചതുപ്പ് വാതകം എന്നാണ് മീഥൈൻ അറിയപ്പെടുന്നത്. ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകവും ഏത് തന്നെയാണ്? മീഥൈൻ തന്നെയാണ്. ചാണകത്തിൽ ലഭിക്കുന്ന ഒരു വാതകം കൂടിയാണ് ഏത്? മീഥൈൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ ഗ്യാസ് എന്ന പ്രധാന ഘടകം ഏതാ? ബയോഗ്യാസ് ആണല്ലേ. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകവും ഇത് തന്നെയാണ്, ഈ മീഥൈൻ തന്നെയാണ് കേട്ടോ. അടുത്തത്, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണമാണ് ഏത്? സോപ്പ് എന്ന് വിളിക്കുന്നത്. എന്താണ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണമാണ് സോപ്പ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 4 ചോദിച്ചുള്ള ചോദ്യമായിരുന്നത്. സോപ്പ് നിർമ്മാണത്തിന് സോപ്പിനെ ഗ്ലിസറിൻ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. സോപ്പിനെ ഗ്ലിസറിൻ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൻ നിന്ന് വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണെന്ന് 10th ലെവൽ പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഈ സോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോപ്പോണിഫിക്കേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ സോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സോപ്പോണിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആണ് കേട്ടോ സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കഠിന ജലത്തിൽ പ്രവർത്തിക്കാത്തത് ഒന്നാണ് സോപ്പ്. കഠിന ജലത്തിൽ പ്രവർത്തിക്കാത്തത് സോപ്പാണെന്ന് കൂടി ഓർക്കുക.
ഇനി വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണെന്ന്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതും 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM കൂടുതലായിരിക്കും. 2ാം ഗ്രേഡ് സോപ്പിന് TFM എത്ര കൂടുതലായിരിക്കും? 70%. എത്രയാണ്? 70%. ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാ? ഒലീവ് ഓയിലാണ് കേട്ടോ. ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞു നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM കൂടുതൽ എത്രയായിരിക്കും? 70%. എന്താണ് ഈ TFM എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഫാറ്റി മാറ്റർ ആണ് കേട്ടോ TFM എന്ന് പറഞ്ഞാൽ. എന്താണ്? ടോട്ടൽ ഫാറ്റി മാറ്ററിനെയാണ് നമ്മൾ TFM എന്ന് വിളിക്കുന്നത്. ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണത്തിൻ്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥത്തിൻ്റെ ശതമാനമാണ് ഏത്? TFM എന്ന് വിളിക്കും. ടോട്ടൽ ഫാറ്റി മാറ്ററാണ് TFM എന്ന് പറഞ്ഞാൽ ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണത്തിൻ്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥത്തിൻ്റെ ശതമാനമാണ് ഈ TFM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം ഏതാ? അത് TFM ആണ്. ടോട്ടൽ ഫാറ്റി മാറ്ററാണ്. ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം കൂടിയാണ് കേട്ടോ TFM എന്ന് പറഞ്ഞാൽ. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM 76%. 2ാം ഗ്രേഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 2ാം ഗ്രേഡിൽ എന്താ ചോദ്യത്തിൽ കണ്ടോ? 2ാം ഗ്രേഡിൽ വരുന്നത് 70%, 1ാം ഗ്രേഡിൽ വരുന്നത് 76%, 3ാം ഗ്രേഡിൽ വരുന്നത് 60%. TFM ടോട്ടൽ ഫാറ്റി മാറ്റർ 3% അനുസരിച്ചാണ് വരുന്നത്. 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം. 1ാം ഘട്ടത്തിൽ 76%, 2ാം ഘട്ടത്തിൽ 70%, 3ാം ഘട്ടത്തിലോ അത് 60%ആണെന്നും ഓർക്കുക. അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ സോപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കിനി പ്രിസർവേറ്റീവ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രിസർവേറ്റീവ് ബന്ധപ്പെട്ട ഒരു കാര്യം, പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പാസ്ചറൈസേഷൻ ആണ് പാല് കേടുകൂടാതെ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ എന്താണ് അതിൻ്റെ പേരായിട്ട് വരുന്നത്. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രിയിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് ഏത്? പാസ്ചറൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പാസ്ചറൈസേഷനിലൂടെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നത് അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടിപ്പോകുന്നതിലാണ് ഈ ഒരു പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ഈ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഭക്ഷണ പദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഈ പ്രിസർവേറ്റീവ്. സോഡിയം ക്ലോറൈഡ്, അസറ്റിക് ആസിഡ്, സോഡിയം ബെൻസോയിറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, പഞ്ചസാര എന്നിവയൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ ഒരു പ്രിസർവേറ്റീവാണ്. പാസ്ചറൈസേഷൻ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഭക്ഷണ പദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ചോദിക്കുകയാണെങ്കിലോ സോഡിയം ബെൻസോയിറ്റ് ആണ് കേട്ടോ. ഭക്ഷണ പദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയിറ്റ് ആണെന്ന് ഓർക്കുക. ഇനി പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലങ്ങളായിട്ട് വരുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാ? സൂക്രോസ് ആണ് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര. ഏറ്റവും ലഘുവായ പഞ്ചസാര ഉപയോഗിക്കുകയാണെങ്കിലോ ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഏറ്റവും ലഘുവായ പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയോ സൂക്രോസ് ആണ്. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ചസാരയാണ് ഏത്? ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ചസാര ഉപയോഗിക്കുകയാണെങ്കിലോ അത് ഗ്ലൂക്കോസ് ആണെന്ന് കൂടി ഓർക്കുക. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാ? സാക്രിൻ ആണ് കേട്ടോ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് ഏത്? സാക്രിൻ എന്ന് പറയുന്നത്. ഇനി ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാ? നൈലോൺ ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് ഏത്? നൈലോൺ എന്ന് പറയുന്നത്. അതായത് മത്സ്യബന്ധന വലകൾ, പാരച്യൂട്ടുകൾ, തുണിത്തരങ്ങൾ, ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ളൊരു പ്ലാസ്റ്റിക്കാണ് ഈ നൈലോൺ എന്ന് പറയുന്നത്. മത്സ്യബന്ധന വലകളും പാരച്യൂട്ടുകളും തുണിത്തരങ്ങളും ചരടുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മിനുസമുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് ഏത്? ഈ നൈലോൺ എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിത ഫൈബറുകളാണ് ഏത്? സിന്തറ്റിക് ഫൈബർ. മനുഷ്യനിർമ്മിത ഫൈബറുകൾ സിന്തറ്റിക് ഫൈബറുകളാണ്. പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിലോ കോട്ടൺ, സിൽക്കുമാണ് പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണം. മനുഷ്യനിർമ്മിത ഫൈബറുകൾ ഏതൊക്കെയാണ്? സിന്തറ്റിക് ഫൈബർ, അതായത് കൃത്രിമ നൂല്. പ്രകൃതിദത്ത ഫൈബർക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിലോ കോട്ടൺ, സിൽക്ക് എന്നിവയാണ് പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണമെന്ന് പറയുന്നത്. വസ്തുക്കൾ
പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കോ, പോളിത്തീനാണ് വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇനി ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് കേട്ടോ. ഏതൊക്കെയാണ്? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ആദ്യത്തെ കൃത്രിമ സെല്ലുലോസ് ഏതാണ്? റയോൺ ആണ്. ആദ്യത്തെ കൃത്രിമ സെല്ലുലോസ് റയോൺ ആണെന്ന് കൂടി ഓർക്കുക. ഇനി തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാ? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് PVC ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമായിട്ട് വരുന്നത്. മറ്റൊന്ന്, കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഏതാ? മഞ്ഞയാണ് കേട്ടോ. ഈ ഒരു കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഏതാ? മഞ്ഞയാണെന്ന് കൂടി ഓർക്കുക. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിൻ്റെ ഘടകമൂലങ്ങളായിട്ട് വരുന്നത്. ഇനി ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് എന്താണ്? ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണേത്? ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി താഴെ തന്നിരുന്ന വസ്തുക്കളിൽ ശരിയായത് ഏതെല്ലാമാണ്? വിത്തിയോണൽ ആൻറ്റിസെപ്റ്റിക് ആണ്, സ്ക്വയറൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫിനോഡ് ഡിസ്പെൻ അപ്പോൾ നാഡികളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു രസതന്ത്ര നിത്യജീവിതത്തിൽ നിന്ന ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.